വിദ്യാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് സംസ്ഥാന സർക്കാരിൻ്റെ 2021 കേരള സ്വാശ്രയ കോളേജ് അധ്യാപക അനധ്യാപക ജീവനക്കാർ നിയമനവും സേവന വ്യവസ്ഥകളും നിയമം കർശനമായി നടപ്പാക്കാൻ കാലിക്കറ്റ് സർവകലാശാല തീരുമാനിച്ചു. ഇതിൻ്റെ ഭാഗമായി സർവകലാശാലയ്ക്ക് കീഴിലെ സ്വാശ്രയ കോളേജുകളിൽ ഇനി അധ്യാപകരാകണമെങ്കിൽ UGC ചട്ടപ്രകാരമുള്ള യോഗ്യത ഉറപ്പാക്കണം. UGC ചട്ടമനുസരിച്ച് കോളേജ് അധ്യാപകർ നെറ്റ് പരീക്ഷ പാസ്സായിരിക്കണമെന്നാണ്. നിലവിൽ സ്വാശ്രയ കോളേജിലെ അധ്യാപകർക്ക് നെറ്റ് യോഗ്യത വേണമെന്നത് പൂർണ്ണമായി നടപ്പാക്കിയിട്ടില്ല. മാർച്ച് 20 ചേർന്ന സർവകലാശാല സിൻഡിക്കേറ്റ് യോഗത്തിൻ്റേതാണ് പുതിയ തീരുമാനം. ഏപ്രിൽ 10 പുറത്തിറക്കിയ സർക്കുലറിലൂടെ ഇത് എല്ലാ കോളേജ് അധികൃതരെയും അറിയിച്ചിട്ടുണ്ട്. പുതിയ അധ്യയന വർഷത്തിൽ ഈ ഉത്തരവ് നടപ്പാക്കണം. ഉത്തരവ് പ്രകാരം എല്ലാ അധ്യാപകരുടെയും വിവരങ്ങൾ നെറ്റ് യോഗ്യതയടക്കം സെൻട്രലൈസ്ഡ് കോളേജ് പോർട്ടലിൽ CDC രേഖപ്പെടുത്തണമെന്നും തീരുമാനിച്ചിട്ടുണ്ട്. സിൻഡിക്കേറ്റിൻ്റെ തീരുമാനത്തിനെതിരെ സ്വാശ്രയ കോളേജ് അധ്യാപക കൂട്ടായ്മ 15 സർവകലാശാല ഭരണ കാര്യാലയത്തിൽ പ്രതിഷേധിച്ചിരുന്നു. മൂല്യനിർണ്ണയ ക്യാമ്പ് ബഹിഷ്കരിക്കുന്നത് അടക്കമുള്ള സമരങ്ങളിലേക്ക് കടക്കുമെന്നും സംഘടന അറിയിച്ചിരുന്നു. എന്നാൽ സിൻഡിക്കേറ്റ് തീരുമാനത്തിൽ നിന്ന് പുറകോട്ടില്ല എന്ന നിലപാടിലാണ് സർവകലാശാല. അധ്യാപകരുടെ വിവരങ്ങൾ ആവശ്യപ്പെട്ടു. കാലിക്കറ്റ് സർവകലാശാലയോട് അഫിലിയേറ്റ് ചെയ്ത കോളേജുകളിലെ അധ്യാപകരുടെ പേര്, യോഗ്യത, ആധാർ നമ്പർ, അധ്യാപന പരിചയം, ശമ്പളം എന്നിവയുടെ റിപ്പോർട്ട് 24 വൈകിട്ട് 5 മുൻപ് നൽകാൻ പ്രിൻസിപ്പൽമാർക്ക് നിർദ്ദേശം. 300-ലധികം സ്വാശ്രയ കോളേജുകളിലായി 10,000-ലധികം അധ്യാപകർ ജോലി ചെയ്യുന്നുണ്ട്. ഏതൊരു ജോലിക്കും അതിൻ്റേതായ യോഗ്യതകൾ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിനനുസരിച്ചുള്ള പൈസ യൂണിവേഴ്സിറ്റിയോ കോളേജുകാരോ ബാക്കിയുള്ളവരോ കൊടുക്കുന്നുണ്ടെന്ന കാര്യത്തിൽ വളരെ വ്യക്തമായ ധാരണ ഇനിയുമായിട്ടില്ല. ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനുള്ള അതേ ശമ്പളം സ്വാശ്രയ കോളേജിലും കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള നിയമങ്ങളും നിയമനങ്ങളും നല്ലതാണ്. വിദ്യാർത്ഥികളുടെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ വർദ്ധിപ്പിക്കാൻ സഹായകരമാകും. അതില്ലാത്തിടത്തോളം കാലം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാവും. ഗവൺമെൻറ് എയ്ഡഡ് കോളേജിലെ ടീച്ചേഴ്സിനേക്കാളും കൂടുതൽ പഠിപ്പിക്കുന്നതും മൂല്യനിർണ്ണയത്തിന് വരുന്നതും സ്വാശ്രയ കോളേജിലെ ടീച്ചേഴ്സാണ്. ഇങ്ങനെയുള്ള ബഹിഷ്കരണം തീർച്ചയായിട്ടും റിസൾട്ടിനെ ബാധിക്കുകയും റിസൾട്ട് പ്രതിസന്ധിയിലാവുകയും നീണ്ടുപോകാനും സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമെന്ന പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുന്നു. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന പുതിയ അപ്ഡേറ്റുകൾ കിട്ടുന്നവർക്ക് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.